കാരണം നമ്മൾക്കിപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവും. അദ്ദേഹത്തിന് യോജിക്കാത്ത തീരുമാനങ്ങൾ വരുമ്പോൾ അദ്ദേഹം ലേമാൻ ആവും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ അദ്ദേഹം ഹൈക്കോടതിയുടെ ബെഞ്ചിനകത്തേക്ക് പോകും. ഇത് നമ്മൾക്കൊക്കെ മനസ്സിൽ വ്യക്തമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം. ഈ ജനാധിപത്യ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. നീണ്ട കാലത്തെ നൂറ്റാണ്ടുകളുടെ ഏകാധിപത്യത്തിൽ നിന്ന്, രാജാക്കന്മാരുടെ ഭരണത്തിൽ നിന്ന്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് നമ്മളൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി ഒരു ജനാധിപത്യ രാജ്യമായി മാറിയതാണ്. ആ ജനാധിപത്യ രാജ്യത്തിനകത്തുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കകത്തും കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഏറ്റവും താഴേത്തട്ടിലുള്ള ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും അതുണ്ട്. ആ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത് ഈ ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊക്കെ അതിൻ്റെ ലൂപ്പ് ഹോൾഡ്, BJP ഏത് കാലവും നോക്കുന്ന ലൂപ്പ് ഹോൾ പൊളിറ്റിക്സ്, പഴുതുകളിലൂടെ എങ്ങനെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാമെന്ന ഗവേഷണം നടത്തി ഒരു പരിധി വരെ ചില കാര്യങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തിന് എക്കാലവും അട്ടിമറിക്കാൻ സാധിക്കുമെന്ന ഒരു ധാരണ BJPക്ക് ഉണ്ടാവരുത്. ഇവിടെ ആ ഏകാധിപത്യമാണ് പ്രയോഗിച്ചത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, അത് ഏകാധിപത്യമാണ്. പക്ഷേ അതിനകത്ത് നിയമമുണ്ട്, 13(10) നിയമമുണ്ട്. അതെന്ത് ചെയ്യണം? അത് സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നിർബന്ധിക്കപ്പെട്ട് ഇന്ന് സിൻഡിക്കേറ്റ് വിളിച്ചത്. നിർബന്ധിക്കപ്പെട്ട് സിൻഡിക്കേറ്റ് വിളിച്ച് സിൻഡിക്കേറ്റ് ചെയർ ചെയ്യുന്ന ആള് എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ജനാധിപത്യം നടക്കുമോ? അത് ഏകാധിപത്യമല്ലേ? ആ ജനാധിപത്യത്തിനകത്ത് VC ചെയർ ചെയ്തില്ലെങ്കിൽ PVC ചെയർ ചെയ്തെങ്കിൽ സീനിയർ മെമ്പർ അല്ലെങ്കിൽ ഒരു മെമ്പർ ചെയർ ചെയ്യുക. ആ തീരുമാനം ജനാധിപത്യ പ്രക്രിയ അവിടെ നടപ്പിലാക്കുക. അത് നടപ്പിലാക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമുണ്ട്. ആ അധികാരമാണ് നടപ്പിലാക്കിയത്. ആ അധികാരം നടപ്പിലാക്കിയ സമയത്ത് അത് തെറ്റാണ് എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിനെ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നാളെ കോടതിക്കകത്ത് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്തും സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇപ്പം BJPക്കാരൻ്റെ ഏതെങ്കിലും ഒരു പഴുതിനകത്തോട് കയറി വന്ന് ഈ രാജ്യത്തെ, കേരളത്തെ മലീമസമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്കൊക്കെ ഏറെ പ്രയാസമുള്ളതാണ്. ഒരു ആർലേക്കർ എന്ന് പറയുന്ന RSSകാരൻ ഇവിടെ വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാനുള്ള പരിപാടി നോക്കുന്നു. എന്താ സംഭവിക്കുന്നത്? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായ, അനഭിലഷണീയമായ വിഭാഗീയത ഉണ്ടായി വരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞു, കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നതിന് സമാനമാണ് കേരളത്തിൻ്റെ സെനറ്റ് ഹാളിലെ പരിപാടി എന്ന് ഒരു വലതുപക്ഷ നിരീക്ഷകൻ വന്ന് പറയുമ്പോൾ അതിൻ്റെ ലാഘവത്വം നമ്മൾ കാണണം. അതുപോലെയാണ് കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും എഴുതി വെച്ച് ഇതിനകത്ത് ഇന്നത് പാടില്ല, ഇന്നതേ പാടുള്ളൂ എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി ആളുകളെ വലിയ ശമ്പളം കൊടുത്ത് ആളുകളെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിനകത്ത് പാടില്ലാത്ത ഒന്ന് നടക്കാൻ വന്നപ്പോൾ അത് പാടില്ല എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് സസ്പെൻഡ് ചെയ്യുക. അത് ഒരാഴ്ച ആലോചിച്ചതിന് ശേഷം എമർജൻസി എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യുക. അത് എന്ത് ന്യായമാണ്? എന്ത് ന്യായീകരണമാണുള്ളത്? നമ്മളൊക്കെ നേരത്തെ പേടിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി, പകരം ആർലേക്കർ വന്നപ്പോൾ അദ്ദേഹത്തിന് അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, കൊടി ഇത് ഭാരതാംബയുടെ കൊടി. ഞാൻ ശ്രീ ഷാബു പ്രസാദിനോട് വളരെ വിനയത്തോടു കൂടി പറയുകയാണ്, RSSന്റെ കാര്യാലയത്തിൽ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയുണ്ട്. അത് നിങ്ങൾക്ക് എവിടെയും ഉയർത്താനുള്ള അധികാരവുമുണ്ട്. പക്ഷേ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കകത്ത് ഉയർത്തേണ്ടത് ഇന്ത്യ അംഗീകരിച്ച ദേശീയ പതാകയാണ്. നിങ്ങൾക്ക് അതിനോടുള്ള പ്രയാസവും ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് അങ്ങ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ കുറച്ച് കാവി പതാക ഉയർത്തിയ ആളുകളുടെ പ്രേതങ്ങളോ അല്ലെങ്കിൽ അവയുടെ ബാക്കി പത്രങ്ങളോ ഇന്നും ഇവിടെയുണ്ട്. പക്ഷെ അത് ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തേക്ക് അതിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നാൽ അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പൗരന്മാർക്കുണ്ട്, ജനാധിപത്യ ഭരണ സംവിധാനത്തിനുണ്ട്. ആ ഭരണ സംവിധാനം അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ആ ഭരണ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുക, അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും കടമ. ആ കടമ ഞങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിലും ആർലേക്കറിന് ആര് ചായ കൊടുത്താലും ശരി, ആരുടെ ചായ കുടിച്ചാലും ശരി, RSSന്റെ പൊളിറ്റിക്സിനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ എതിർക്കും. പക്ഷേ ഈ കാര്യത്തിൽ സാധാരണ ഗവർണറുമായൊരു തർക്കം ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം ഗവർണറും സർക്കാരും ചേർന്ന് എന്തൊക്കെയോ ചില ഒത്തുകളികൾ നടത്തുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പ്രതികൂലാവസ്ഥകളെയും മറികടക്കാൻ എന്നാണ് നിങ്ങൾ നിരന്തരം എടുത്തു വന്നുകൊണ്ടിരുന്ന ഒരു പൊസിഷൻ. അത് ഇത്തവണ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.